നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ലൂപ്സിനെ പറ്റിയിട്ടാണ്. പ്രോഗ്രാമിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളിൽ ഒന്നാണ് ലൂപ്സ്. നമ്മൾ എന്തിനാണ് ലൂപ്സ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്കിപ്പോൾ ഒരു വട്ടം ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം, സി ഔട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വട്ടം ഹലോ എന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. നമുക്ക് 10 വട്ടം ഹലോ എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിലോ കുറച്ച് പണിയാണ്. എന്നാലും നമുക്ക് ഒരു 9 വട്ടം കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് സി ഔട്ടിൽ ഹലോ എന്ന് വെച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതും പറ്റും. ഓക്കെ, നമുക്കൊരു 1000 വട്ടം പ്രിന്റ് ചെയ്യണമെങ്കിലോ നമുക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ്. നമ്മൾ എത്ര നേരം അതിനുവേണ്ടി ചെലവഴിക്കും? ഇപ്പൊ നമുക്ക് 1000 അല്ല, 10,000 വരില്ല, 1,00,000 വരെ വേണമെങ്കിലും ഈസി ആയിട്ടൊരു കാര്യം പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പ്രിന്റ് എന്നല്ല, എന്തും ചെയ്യാൻ സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലൂപ്സ് എന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനു മുന്നേ C++ൽ 3 ടൈപ്പ് ഓഫ് ലൂപ്സ് ആണുള്ളത്: വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ഓക്കെ, നമുക്ക് ലൂപ്സിന്റെ കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് ഒരു എക്സാമ്പിളോടെ നോക്കി നോക്കാം. അതായത് നമ്മളോട് ഒരാള് 5 തവണ ഹലോ എന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഓരോ തവണ ഹലോ എന്ന് പറയുന്നതിന്റെ മുന്നേ മനസ്സിലൊരു കൗണ്ട് വെക്കും അല്ലേ. അതായത് ആദ്യത്തെ തവണ ഹലോ എന്ന് പറയുന്നതിന്റെ മുന്നേ 1 ഹലോ, 2 ഹലോ, 3 ഹലോ, 4 ഹലോ, 5 ഹലോ എന്നിങ്ങനെ മനസ്സിലൊരു കൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹലോ എന്ന് ഓരോ വട്ടവും പറയാം അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ 1 എന്ന് വെക്കുന്നു, ഒരു വട്ടം ഹലോ എന്ന് പറയുന്നു, അങ്ങനെ 2 എന്ന് പറയുന്നു, രണ്ടാമത് ഹലോ പറയുന്നു, അങ്ങനെ 5 വരെ നമ്മൾ ഹലോ എന്ന് പറയാണ് അല്ലേ. ഇതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ മനസ്സിൽ 1 എന്ന് വെച്ചു അല്ലേ. ഇതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മനസ്സിൽ 1 എന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ 1 എന്ന് വെക്കാൻ പറ്റും ഇല്ലേ. എങ്ങനെയാണ് വെക്കുക? നമുക്കറിയാം, നമുക്ക് എന്ത് വാല്യൂ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ വെക്കണമെങ്കിലും അതിനൊരു വാരിയബിൾ വേണം. അപ്പൊ ഞാൻ I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ ഉപയോഗിക്കുകയാണ്. വാരിയബിളിന് പേര് മാത്രം മതിയോ? പോരാ, പിന്നെന്ത് വേണം? ഏത് ടൈപ്പ് വാരിയബിൾ ആണെന്ന് വേണം അല്ലേ. അപ്പൊ അത് ഏത് ടൈപ്പ് വാരിയബിൾ ആയിരിക്കും? ഇവിടെ എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് 1 2 3 4 5 എന്നുള്ളതാണ്. ഇതൊക്കെ ഇന്റിജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊരു ഇന്റ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇന്റ് I എന്ന് എഴുതിക്കൂടെ? പറ്റും. നമുക്ക് അതിൽ എന്തെങ്കിലും വാല്യൂ വെക്കാൻ പറ്റുമോ? എന്താ വെക്കാം? 1 വെക്കാം അല്ലെ. കാരണം എന്താ? നമ്മൾ തുടങ്ങുന്നത് 1 എന്നുള്ള വാല്യൂ എന്നാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് 5 വരെയാണ് റൺ ചെയ്യേണ്ടത്. അതായത് 1 2 3 4 5 വരെ അതിന്റെ വാല്യൂ പോകണം. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയാം അല്ലേ. അങ്ങനെ പറയാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? അടുത്തായിട്ട് നമുക്ക് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, അതിന് സി ഔട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഇല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഓരോ വട്ടവും I എന്ന് വെച്ച് നമ്മൾ ഹലോ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ന്റെ വാല്യൂ കൂടണം. ആദ്യത്തെ വട്ടം I 1 ആയിരുന്നു, പിന്നെ 2 ആവണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് I ഈസ് ഈക്വൽ ടു I പ്ലസ് 1 എഴുതാൻ പറ്റും. അതായത് ആദ്യം ഇരിക്കുന്ന ന്റെ വാല്യൂന്റെ കൂടെ 1 ആഡ് ചെയ്തതാണ് അടുത്ത വട്ടമുള്ള ന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ ഇപ്പൊ എഴുതിയത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. ഇതിനെ നമുക്ക് C++ന് മനസ്സിലാവുന്ന രീതിയിൽ സിന്റാക്ടിക്കലി കറക്റ്റ് ആയിട്ട് എഴുതണം. അതെങ്ങനെയാ നമുക്ക് നോക്കി നോക്കാം. നമുക്കിത് എങ്ങനെയാണ് C++ന്റെ സിന്റാക്സിലോട്ട് മാറ്റി നോക്കാം. നമ്മൾ ആദ്യം എന്ത് എഴുതിയേക്കുന്നത്? നമ്മൾ ഇന്റ് I ഈസ് ഈക്വൽ ടു 1 എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അതേപോലെ കൂടുതൽ എഴുതാവുന്നതാണ്. ഇന്റ് I ഈസ് ഈക്വൽ ടു 1 എഴുതി. പിന്നെ എന്താ കൊടുത്തേക്കുന്നത്? പിന്നെ വൈലിന്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. നമ്മുടെ ഈ കോഡിൽ കണ്ടീഷൻ എന്താണ്? ഇത് നമ്മൾ പറയുന്നതാണ് I ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. ഇത്രയും തവണയാണ് നമുക്ക് ഈ ഒരു കോഡ് റൺ ആവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മളിവിടെ കണ്ടീഷൻ ഉള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഇത് എഴുതാൻ പോവാണ്. എന്താ ഉള്ളത്? നമ്മൾ എഴുതി I ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം എന്താണ്? അതിനുശേഷം ഒരു കേളി ബ്രേസ് ഉണ്ടോ? ഈ ഒരു കേളി ബ്രേസ് മുതൽ ഈ ഒരു കേളി ബ്രേസ് വരെ, ഈ 2 ബ്രേസിന്റെ ഉള്ളിലാണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ ബോഡി ഉള്ളത്. വൈൽ ലൂപ്പിന്റെ ബോഡിയിൽ നമ്മൾ എന്ത് എഴുതുന്നോ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ. എന്താണ് വൈൽ ലൂപ്പിന്റെ ബോർഡ് ഉള്ളിലുള്ളത്? നമുക്ക് വേണ്ടത് സി ഔട്ടില് ഹലോ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ വൈൽ ലൂപ്പിന്റെ ബോർഡിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ സി ഔട്ടില് ഹലോ എന്നുള്ളത് വൈൽ ലൂപ്പിന്റെ ബോഡിക്കകത്ത് എഴുതി. പിന്നെ അത് മാത്രം മതിയോ? പോരാ, നമുക്ക് എന്ത് വേണം? ന്റെ വാല്യൂ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I ഈസ് ഈക്വൽ ടു I പ്ലസ് 1 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് നമ്മൾ സിന്റാക്ടിക്കലി കറക്റ്റ് ആയിട്ട് വൈൽ ലൂപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാ നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം എന്താണ് ഉണ്ടാവുന്നത്? ആദ്യം നമ്മൾ ഐ എന്ന് പറഞ്ഞൊരു വാരിയബിളിൽ 1 സ്റ്റോർ ചെയ്തു അല്ലെ? ഐ എന്ന് പറയുന്ന വാരിയബിളിൽ 1 നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. വൈൽ നമ്മൾ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട് ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 എന്ന്. ഈ കണ്ടീഷൻ ശരിയാണോ നമ്മൾ നോക്കുകയാണ്. കണ്ടീഷൻ ശരിയാണോ? ശരിയാണ്. കാരണം എന്താണ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഇത് 1 എന്ന് പറയുന്നത് 5 കുറവായിട്ടുള്ള വാല്യൂ ആണ്. സോ ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആയതുകൊണ്ട് എന്താവും? ലൂപ്പിന്റെ ഉള്ളിലോട്ട് കയറും. ലൂപ്പിന്റെ ഉള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത്? സി ഔട്ടില് ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായി? ഡിസ്പ്ലേയിൽ ഹലോ എന്ന് പ്രിന്റ് ആയി. അടുത്ത എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എഴുതിയിട്ടുണ്ട്. ഐന്റെ വാല്യൂ 1 വെച്ച് അപ്ഡേറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഐന്റെ വാല്യൂ 1 ആണ്. 1 പ്ലസ് 1 ആവുമ്പോ 2 ആയി. ആ 2 എന്നുള്ളത് ഐയിലോട്ട് സേവ് ആവും അല്ലെ? ഓക്കെ, അപ്പൊ ഇപ്പൊ വാല്യൂ എത്രയാണ്? 2. ഐന്റെ വാല്യൂ 2 ആയി. ഇനി ലൂപ്പ് പോകുന്ന എങ്ങോട്ടാണ്? ഇനി പോകുന്നത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നായതിനു ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പൊ അതിന്റെ വാല്യൂ ട്രൂ ആണോ? ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് 2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 ആണ്. ശരിയാണോ? ശരിയാണ്. അപ്പൊ എന്താവും? ഇങ്ങോട്ട് വീണ്ടും വരും. വീണ്ടും വന്നിട്ട് ഹലോ എന്നുള്ളത് ഡിസ്പ്ലേയിൽ പ്രിന്റ് ആവും. ഓക്കെ, ഹലോ എന്നുള്ള ഡിസ്പ്ലേയിൽ പ്രിന്റ് ആയി. എന്നിട്ട് എന്ത് ചെയ്യും? താഴെ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നുള്ളതിലോട്ട് വരും. അതിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? ഐന്റെ വാല്യൂ ഇപ്പൊ 2 എന്നുള്ളത് 3 ആവും. എന്നിട്ട് എങ്ങോട്ട് പോകും? എന്നിട്ട് നേരെ മുകളിലോട്ട് പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ ഈസ് ഈക്വൽ ടു 5 ആണോ? കണ്ടീഷൻ ശരിയാണോ? ശരിയാണ്. അപ്പൊ എന്താവും? 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ശരിയായതുകൊണ്ട് വീണ്ടും താഴേക്ക് വരും. വീണ്ടും താഴേക്ക് ഹലോ വരും. ഹലോ എന്നുള്ളത് ഡിസ്പ്ലേയിൽ പ്രിന്റ് ആവും. അതിനുശേഷം എന്താവും? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എഴുതിയിലേക്ക് പോകും. എന്നിട്ട് എന്താവും? സി ഔട്ട് ഐ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. ശരിയാണ്. ഓക്കെ, ഇങ്ങനെ 5 വരെയുള്ളത് ശരിയായിരിക്കും അല്ലെ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരുന്ന കണ്ടീഷൻ വരെയുള്ളത് ശരിയായിരിക്കും. അത് കഴിഞ്ഞ് എന്താ പറ്റുക? 5ന്റെ വാല്യൂ, അതായത് ഐന്റെ വാല്യൂ 5 ഇരിക്കുന്ന അടുത്ത ഇറ്ററേഷനിൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നുള്ളത് കൊണ്ട് 6 ആവും. അപ്പൊ 6 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ തെറ്റാവും. അതിനുശേഷം ലൂപ്പിന്റെ ഉള്ളിലേക്ക് പോകില്ല. ഇതെന്ത് ചെയ്യും? ഇവിടുന്ന് നേരെ എക്സിറ്റ് ആവും. അങ്ങനെയാണ് ഈ ലൂപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയ കോഡ് നമുക്കൊന്ന് ഐഡിയയിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 1 കൊടുത്തു അല്ലെ? അതിനുശേഷം വൈൽ ലൂപ്പ് എഴുതി. വൈൽ ലൂപ്പിനുള്ള കണ്ടീഷൻ എഴുതി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ കേർലി ബ്രേസ് ഓപ്പൺ ആക്കി. എന്നിട്ട് നമ്മൾ എന്താ എഴുതിയേ? സി ഔട്ടില് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യണം എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ എന്താ എഴുതിയേ? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എഴുതി. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ എഴുതിയത് കറക്റ്റ് ആണോ നമുക്ക് നോക്കി നോക്കാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 5 വട്ടം ഹലോ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ റൺ ചെയ്തപ്പോൾ 5 വട്ടം ഹലോ വന്നു. പക്ഷെ ഹലോ എന്നുള്ളത് നേരെയാണ് വന്നത്. കാരണം ഞാൻ എൻഡൽ ഇടാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ അതിൽ ഇവിടെ സി ഔട്ടിൽ എൻഡൽ കൊടുക്കുകയാണ്. നമ്മൾ എൻഡൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്യാണ്. അപ്പൊ എന്താണ്ടാവുന്നത്? കണ്ടോ? ഹലോ 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 5 വട്ടം ഹലോ എന്നുള്ളത് പ്രിന്റ് ആയിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ വൈൽ ലൂപ്പിനെ വെച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിലൊരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാർട്ടാണ് ഈ ഒരു ലൂപ്പിന് വരുന്നത്. ഏതൊക്കെയാണ് 3 പാർട്ട്? ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ വരുന്നതാണ്. ഈ ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 1 ഒരു വാല്യൂ നമ്മൾ ആ വാരിയബിളിലോട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതുകയാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത് വരുന്നതാണ് അപ്ഡേഷൻ. ഇതിൽ ഏതാണ് അപ്ഡേറ്റ് ആവുന്നത്? അതെ, ഐ എന്നുള്ള വാല്യൂ ഐ പ്ലസ് 1 അപ്ഡേറ്റ് ആവുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഈ ഒരു ലൂപ്പിൽ 3 മെയിൻ സ്റ്റെപ്സ് ആണുള്ളത്. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഡു വൈൽ ലൂപ്പ് ആണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു നോക്കാം. ഇതിലിപ്പോ നിങ്ങൾ നോക്കി നോക്ക്. നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന്? നമ്മൾ നോക്കുമ്പോൾ വൈൽ ലൂപ്പുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ എക്സാക്ട്ലി സെയിം അല്ല. ഡു എന്ന് പറഞ്ഞ നമ്മൾ കേൾക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന്. ഇതിൽ പറയുന്നത് എന്താ? ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. അതായത് ഐയിലിരിക്കുന്ന വാല്യൂ 0 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? വൈൽ ലൂപ്പിൽ നമ്മൾ പിന്നെ എന്താ നോക്കിയേ? കണ്ടീഷൻ എന്താ നോക്കി. ഇവിടെ എന്താ കണ്ടീഷൻ? വൈൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം ഐന്റെ വാല്യൂ 0 ആണ്. 0 ഒരിക്കലും ഗ്രേറ്റർ ദാൻ 0 അല്ല. 0 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പ് വർക്ക് ആവരുത്. അല്ലെങ്കിൽ സി ഔട്ടിലുള്ള ഹൈ സ്റ്റാക്കപ്പ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവില്ല എന്നുള്ളതായിരിക്കും ഔട്ട്പുട്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മളിത് റൺ ചെയ്തപ്പോ ഇതിൽ ഹൈ സ്റ്റാക്കപ്പ് എന്നുള്ളത് പ്രിന്റ് ആയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? നമ്മുടെ കണ്ടീഷൻ
ശരിയാണെങ്കിൽ മാത്രമല്ലേ ലൂപ്പിന്റെ ഉള്ളിൽ എഴുതിയത് എക്സിക്യൂട്ട് ആവൂ. ഇവിടെ കണ്ടീഷൻ തെറ്റായിട്ട് പോലും ലൂപ്പിന്റെ ഉള്ളിൽ എഴുതിയത് എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതാണ് ഡു വൈൽ ലൂപ്പിനെ വൈൽ ലൂപ്പിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ പോലും ഒരൊറ്റ തവണ നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിരിക്കും. അതായത് i is equal to 0, 0 greater than 0 എന്നുള്ള കണ്ടീഷൻ തെറ്റായാൽ പോലും ഒരു തവണ സി ഔട്ടിൽ എഴുതിയിരിക്കുന്ന ഹൈ സ്റ്റാക്കപ്പ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിരിക്കും. ഇതാണ് ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം.